ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു ഹൽവയാണ്. അതായത് നമ്മളെ വീട്ടിലുണ്ടാക്കുന്ന കഞ്ഞിവെള്ളം വച്ചിട്ട് നമുക്ക് എങ്ങനെ ഒരു നല്ലൊരു ടേസ്റ്റ് ആയിട്ടുള്ള ഹൽവ ഉണ്ടാക്കാൻ നോക്കാം. വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഇതാ കഞ്ഞിവെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് 2 കപ്പ് കഞ്ഞിവെള്ളം, 2 കപ്പ് കഞ്ഞിവെള്ളമാണ് എടുത്ത് വെച്ചിട്ടുള്ളത്. പിന്നെ ആവശ്യമുള്ളത് കുറച്ച് ബീട്രൂട്ടിൻ്റെ കഷ്ണങ്ങളാണ്. ഒരു 1/4 ഭാഗം ബീട്രൂട്ടിൻ്റെ കുഞ്ഞു കുഞ്ഞു കഷ്ണം റൗണ്ട് പീസസ് ആക്കി വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടത് പഞ്ചസാരയാണ്. കുറച്ച് ആവശ്യത്തിന്, നമ്മൾ 2 കപ്പ് ആയതുകൊണ്ട് കുറച്ചൊക്കെ കാണത്തുള്ളൂ. അപ്പോൾ ആവശ്യത്തിനുള്ള ഷുഗർ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കാഷ്യൂ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ആവശ്യമെന്ന് പറഞ്ഞത് നെയ്യാണ്. ഇവിടെ നെയ്യും എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്കിനി ഇതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. നമ്മളെടുത്ത കഞ്ഞിവെള്ളം ഒരു പാനിലോട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നല്ലപോലെ കുറച്ച് ചൂടാവട്ടെ. ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ബീട്രൂട്ട് കഷ്ണങ്ങൾ നമ്മൾ ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കളർ ഒന്ന് ഇതിൽ ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഇട്ട് കൊടുക്കാം. ഇതൊന്ന് തിളച്ച് അതിൻ്റെ കളറൊക്കെ ഒന്ന് ഇറങ്ങട്ടെ. അതിൽ നമ്മളിട്ട ബീട്രൂട്ടിൻ്റെ കളറൊക്കെ നല്ലോണം കഞ്ഞിവെള്ളത്തിൽ ഇറങ്ങിയിട്ടുണ്ട്. നമ്മളിനി ഇതിനെടുത്ത് മാറ്റാം. ഇതിലേക്ക് നമുക്കിനി ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇതിലോട്ട് നമുക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിന് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കാം. നല്ല മണം വരുന്നുണ്ട് കേട്ടോ. നമ്മുടെ അലുവ ഈ പരുവമായിട്ടുണ്ട്. നല്ല തിക്കായി. ഇനി നമുക്കിതിലോട്ട് കുറച്ച് കാഷ്യൂ നമുക്ക് പൊടിച്ചിട്ട് കൊടുക്കാം. ഇച്ചിരിയേ ഉള്ളൂ സംഭവം. ഈ ബൗളിൽ ഞാൻ കുറച്ച് നെയ്യ് തേച്ച് വെച്ചിട്ടുണ്ട്. നമ്മുടെ അലുവ നമുക്ക് ഈ ബൗളിലോട്ട് സെറ്റാക്കി വയ്ക്കാം. അങ്ങനെ ഞാൻ ബൗളിൽ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പക്ഷെ കുറച്ചേ ഉള്ളൂ. തണുക്കുമ്പോൾ ഇത് എന്തെങ്കിലും മാറ്റം സംഭവിക്കുമോയെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ കുറച്ച് കഴിച്ചു നോക്കി. നല്ല ടേസ്റ്റാണ്, അടിപൊളി ടേസ്റ്റ് കേട്ടോ. ഒരു രക്ഷയില്ല. എന്തായാലും നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ ഇത് വീട്ടിൽ.